ആ അമ്മേ, ഈ റോസിൽ പൂവായിരുന്നല്ലേ? 2 കൊല്ലായി ഞാനിത് കൊണ്ടുവച്ചിട്ട്. നമ്മുടെ അശ്വതിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവച്ചതല്ലേ? അതിനകത്ത് 2 3 പൂ കായ്ച്ചായിരുന്നു. അല്ല അപ്പു മോളെ, നീ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് മോനും കൂടെ കാണുമായിരിക്കും. പിന്നെ മോൻ വരാതെ നീ ഒറ്റയ്ക്ക് വന്നത്? അതെന്താ അമ്മ, എനിക്ക് ഒറ്റയ്ക്ക് വന്നൂടെ എന്റെ വീട്ടിലേക്ക്? എന്റെ വീട്ടിലേക്കുള്ള വഴി എനിക്കറിയാലോ. പിന്നെന്താ? എന്റെ പൊന്നു പെണ്ണെ, കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 3 മാസം ആയതല്ലേ ഉള്ളൂ. ഈ തന്നെ വരുന്നത് കണ്ട നാട്ടുകാരൊക്കെ അതും ഇതും പറയേലേ. അവനെ കൂട്ടാണ്ട് ഒറ്റയ്ക്ക് വന്നിട്ട്. ആ ബിന്ദു ഒക്കെ കണ്ടോ ആവോ നീ വരുന്നത്? കണ്ടു കഴിഞ്ഞ പിന്നെ അതായി. പിന്നെ എന്റെ ദൈവമേ, പിന്നെ ഊഹാപോഹങ്ങളാ ഭയങ്കര. വാ, കേറി വാ. ഹോ, എന്നാലും എനിക്ക് അതല്ല, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയല്ലേ ആയുള്ളൂ, നീ ഒറ്റയ്ക്ക് വന്നിട്ടാ. കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് പെൺപിള്ളേർ ഇങ്ങനെ ഒറ്റയ്ക്ക് വരുമ്പോഴുള്ള കാരണവന്മാരുടെ വിഷമമൊന്നും പറഞ്ഞ് നിനക്ക് മനസ്സിലായില്ല. അതിനിപ്പോ എന്താമ്മേ കുഴപ്പം? ചേട്ടന് ഞായറാഴ്ച മാത്രമല്ലേ ലീവ് ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് എന്റെ വീട്ടിൽ വരണം എന്ന് തോന്നിയപ്പോ ഒന്ന് വന്നു. അതിനിപ്പോ എന്താ കുഴപ്പം എന്താ? ഞാൻ ഏതായാലും എന്റെ മുറിയിൽ പോയിട്ട് കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ. ശോ, എത്ര നാളായി എന്റെ മുറിയിലൊക്കെ ഒന്ന് ഉറങ്ങിയിട്ട്. അതിനകത്തിപ്പോ നിന്റെ മുറിയൊന്നും അല്ല, ഉണ്ണിക്കുട്ടൻ ആ മുറിക്കകത്ത് കിടക്കുന്ന ഇപ്പം. അയ്യോ, റൂം കിട്ടിയപ്പോ അവന്റെ ഒരു സന്തോഷം കാണണായിരുന്നു. എന്റെ മുറിയോ? അതാരാ അവനോട് എടുക്കാൻ പറഞ്ഞേ? അത് കൊള്ളാം, ഇവിടെ നിൽക്കേണ്ടത് അവനല്ലേ? നിന്നെ കെട്ടിച്ചു വിടില്ലേ? ഇനി നിന്റെ മുറിയും വീടും ഒക്കെ അവിടെയാ. ഇനി ഇവിടെ നിനക്ക് മുറിയൊന്നും ഇല്ല. അത് കൊള്ളാലോ. അയ്യോ, അവന് പണ്ടേ ആ മുറിയിൽ ഒരു നോട്ടം ഉണ്ടായിരുന്നത്. നിന്നെ ഒന്ന് കെട്ടിച്ചു വിടാൻ കാത്തു നിൽക്കുവായിരുന്നു ചെറുക്കൻ. നിന്റെ സാധനങ്ങളൊക്കെ പറക്കി അലമാരക്കകത്തങ്ങാണ്ട് വെച്ചിട്ട് കബോർഡിനകത്ത് എവിടെ വെച്ച് പൂട്ടിയിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം. സുഖമാണോടി നിനക്ക്? ആ, സുഖാമ്മേ, കുഴപ്പമൊന്നുമില്ല. അല്ല, എന്റെ റൂം കയ്യേറിയ മഹാൻ എന്തേ? അവനെ കാണാനില്ലല്ലോ. ദേ, ഇനി വെറുതെ അവനോട് തല്ലി പിടിക്കാനൊന്നും നിൽക്കേണ്ട അപ്പു നീ, കേട്ടോ? എന്റെ അപ്പു, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, ഇനി അതാണ് നിന്റെ വീട്, നിന്റെ ഭർത്താവിന്റെ വീടാണ് ഇനി നിന്റെ വീട്. ഇവിടെ ഇനി അവനോട് തല്ലി പിടിക്കാനും നിൽക്കരുത്, കുഞ്ഞു പിള്ളേരെ പോലെ. എന്റെ അമ്മ, എനിക്ക് മനസ്സിലായി അമ്മ, ഇത് പിന്നെയും പിന്നെ പറയണ്ട. അവനെ കാണാത്തോണ്ട് ചോദിച്ചത് എന്തിയെന്ന്. അവൻ നീ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടേ കുറച്ച് പച്ചക്കറിയും പിന്നെ കുറച്ച് മീനും ഇറച്ചിയൊക്കെ വാങ്ങിക്കാന്നും പറഞ്ഞ് പോയതാ. അവനെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇപ്പം കുറച്ചു നേരം ആയോളടി പോയിട്ട്. അവൻ അളിയനും കൂടെ വരുന്നും പറഞ്ഞിട്ടിരിക്കും, അളിയനെ കാണാൻ വേണ്ടിട്ട്. നീ ഒറ്റയ്ക്കാ വരുന്നതെന്ന് അവൻ അറിഞ്ഞില്ലല്ലോ. ഞാനും വിചാരിച്ച മോനും കൂടി ഉണ്ടാവുന്ന ഞാൻ ഓർത്തത്. എന്നാ, ബസ്സും കേറി മടുത്ത് വന്നതല്ലേ, കുടിക്ക്. ഇത് വിരുന്നുകാരൊക്കെ വരുമ്പോ കൊടുക്കുന്ന ഗ്ലാസ് അല്ലേ? അത് കൊള്ളാം, ഇനി ഇവിടുത്തെ ഏറ്റവും വലിയ വിരുന്നുകാരി നീയല്ലേ. കുടിക്ക്. നമ്മളെ പറഞ്ഞു രണ്ടായിരം കൂർക്കയപ്പൂ. നല്ല കൂർക്കയാണ്, പക്ഷെ ചെറുതാ. പക്ഷെ കുഴപ്പമില്ല, നല്ല ടേസ്റ്റാ. നിനക്ക് കൂർക്ക ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നീ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ തന്നെ പറിച്ചു വെച്ചതാ. ഇതമ്മ വേഗം വൃത്തിയാക്കിയിട്ട് കറിയാക്കി തരാട്ടോ. ഞാനും കൂടി സഹായിക്കാമേ, എന്നാ പെട്ടെന്ന് ആവുമല്ലോ. ആ, ഇനി കയ്യിലൊക്കെ കൂർക്കാൻ പറ്റിച്ചോണ്ട് അങ്ങോട്ട് ചെല്ല്. ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് വൃത്തിയാക്കാം. നീ അപ്പുറത്തോട്ട് പോ, അടുക്കളയിൽ ഒന്നും നിക്കണ്ട. അങ്ങോട്ട് പോയിക്ക്. ഇനി എനിക്ക് വൃത്തിയാക്കാവുന്നതേ ഉള്ളൂ. ഓ, പണ്ടൊക്കെ കൂർക്ക വൃത്തിയാക്കാൻ സമയത്ത് ഞാനെങ്ങാനും കൂടിയില്ലെങ്കിൽ അമ്മ എന്തൊക്കെ ബഹളമായിരുന്നു ഇവിടെ കിടന്ന്. എന്റെ അപ്പു, പണ്ടത്തെ പോലെയാണോ ഇപ്പം? പണ്ട് നീ ഇവിടുത്തെ കുട്ടിയായിരുന്നു. അപ്പൊ ഇവിടുത്തെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ നിന്റെ സഹായത്തിന് വിളിക്കുമായിരുന്നു. ഇപ്പൊ നിന്നെ വേറൊരു വീട്ടിലോട്ട് കല്യാണം കഴിച്ച് വിട്ടതല്ലേ? ഇപ്പൊ നീ അവിടുത്തെ കുട്ടിയാ. ആ വീട്ടിലെ അടുക്കളയിലെ പണിയും ആ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ മാത്രം നീ ചെയ്താൽ മതി. ഇവിടെ വന്നിട്ട് നീ പണിയൊന്നും ചെയ്യാൻ നിൽക്കണ്ട. പൊയ്ക്ക്, അങ്ങോട്ട് പോയി. ഞാനത് വേഗം വൃത്തിയാക്കാം കേട്ടോ. ആ, തങ്കാമേ. നീ വന്നൂന്ന് അമ്മ വിളിച്ചു പറഞ്ഞു. ഞാനതാ വന്നത്. അല്ലടി, ഒറ്റയ്ക്കാണോ വന്നേ? കെട്ടിയോൻ വന്നില്ലേ? ചേട്ടന് ഞായറാഴ്ച മാത്രല്ലേ ലീവ് ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാ വന്നേ. എങ്കിൽ പിന്നെ നിനക്ക് ഞായറാഴ്ച വന്നാ പോരായിരുന്നു അവന്റെ കൂടെ ഒറ്റയ്ക്ക് വരാൻ നിന്നത്? ഏഹ് ഇനി കുഞ്ഞ് കളിച്ചിട്ട് എപ്പോഴും എപ്പോഴും കുഞ്ഞാന്നും പറഞ്ഞ് ഓടി വരാൻ പറ്റുമൊന്നുമില്ല. കെട്ടിച്ചു വിട്ട് അവിടെ അടങ്ങി ഒതുങ്ങി നിന്നോണം, കേട്ടല്ലോ. രാവിലെ ഇടിയപ്പം ഉണ്ടാക്കിയോ? ശോ, തങ്കാമ്മയുടെ ഇടിയപ്പവും കടലക്കറിയും കഴിച്ചിട്ട് എത്ര നാളായി. ഓർക്കും തന്നെ വായിൽ വെള്ളം വരുന്നു. ഓഹ്, എന്നാ ഒരു രുചിയാ. ഞാൻ വരട്ടെ? എടി, ഞാൻ ഇന്ന് രാവിലെ പുട്ടടി വേണ്ട ഉണ്ടാക്കിയത്, ഇടിയപ്പം ഒന്നും ഉണ്ടാക്കിയില്ല. ആരെ കൊണ്ട് പറ്റും എല്ലാ ദിവസവും? എനിക്ക് കൈന്റെ കുഴക്കൊക്കെ വേദനയാന്നേ. അതുകൊണ്ട് പുട്ടുണ്ടാക്കി, അതാകുമ്പോ എളുപ്പപ്പണിയാണല്ലോ. എന്നാ സാരമില്ല, നാളെ രാവിലെ ഉണ്ടാക്കിയാൽ മതി. നാളെ രാവിലെ എന്തായാലും ഉണ്ടാക്കണേ. ആഹാ, അപ്പൊ ഇന്ന് പോകാൻ ഉദ്ദേശമില്ല ഒറ്റയ്ക്ക് വന്നിട്ട്? മര്യാദയ്ക്ക് അവൻ വരുമ്പോഴത്തേക്കും വീട്ടിൽ തിരിച്ചു പോകണം, എന്നാലും അടി വെച്ച് തരും ഞാൻ, കേട്ടോ. അങ്ങനെ പറഞ്ഞു കൊടുക്കും ഈ പെണ്ണിനോട്. ഞാൻ പറഞ്ഞാൽ വല്ലതും പെണ്ണിന് വല്ലതും മനസ്സിലാവോ? പറഞ്ഞിട്ട് കേക്കണ്ടേ? കാരണവന്മാര് പറയുമ്പോ അങ്ങോട്ട് അനുസരിച്ചാ മതി. ഈ കാര്യത്തിൽ ഞാൻ നിന്റെ പക്ഷത്തല്ല. എല്ലാത്തിനുമേ എന്റെ കൂട്ട് പിടിച്ചിട്ട് ഓരോ കുരുത്തക്കേട് ചെയ്യുന്നത്. പറഞ്ഞേട്ടാ. എന്റെ ID കാർഡ്. ഞാൻ വിചാരിച്ചു ഇതൊക്കെ കളഞ്ഞിട്ടുണ്ടാവുമെന്ന്.
അതെന്തിനാടി കളയുന്നേ നിന്റെ ID കാർഡൊക്കെ? എടി പിന്നെ ഞാൻ ഉണ്ണിക്കുട്ടിനെ വിളിച്ചു, അവൻ വരാൻ വേണ്ടി കുറച്ച് താമസിക്കുമെന്ന്. ആ ചെമ്മീൻ വരുന്ന വണ്ടിയില്ലേ, അത് വന്നില്ലെന്ന്. ഞാൻ അതുകൊണ്ട് കുറച്ച് ചെമ്മീനും കൂടെ മേടിക്കാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അത് വാങ്ങിച്ചോണ്ട് വരാമേന്ന് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യ്, ഉള്ള കറിയും കൂട്ടിച്ച് ചോറ് കഴിക്കാൻ പാ. ഞാനേ കൂർക്ക വേഗം ആക്കിയിട്ടുണ്ട്. വാ. ആ എന്നാ പിന്നെ ചോറ് കഴിക്കാം. പിന്നെ അപ്പു, നീ നാളെ തന്നെ പോകുന്നേന്നുള്ളത് ഉറപ്പാണോ? എന്റെ അഭിപ്രായത്തിൽ ഇന്ന് തന്നെ പോകുന്നതായിരിക്കും മോളെ നല്ലത്. അവിടുത്തെ അമ്മയൊക്കെ എന്ത് വിചാരിക്കും? ഒന്നാമത് മോനെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമല്ലേ ആയുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുമ്പോഴേ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തോന്നിയാലേ, ആദ്യം തന്നെ ഇങ്ങനെ അവരെയൊക്കെ മനസ്സിലൊന്നും തോന്നിപ്പിക്കണ്ട. മര്യാദയ്ക്കൊക്കെ നിൽക്കാൻ നോക്ക്. അമ്മ, ഞാൻ എന്റെ സ്വന്തം വീട്ടിലേക്കല്ലേ അമ്മ വന്നത്, പിന്നെ എന്താ കുഴപ്പം? അപ്പൊ നിന്നോട് എത്ര പ്രാവശ്യം പറയണത്, അതാണ് നിന്റെ വീടിനി, ഇതല്ല നിന്റെ വീട്. മനസ്സിലായോ? ഏത് നേരം ഞാൻ എന്റെ വീട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. കെട്ടിച്ചു വിട്ട വീട് സ്വന്തം വീട് പോലെ കാണണം. ഇനി അവിടെയാണ് നിനക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളത്. നിനക്ക് പറഞ്ഞാൽ എന്താ മനസ്സിലാകാത്തത്? നീ പറ്റുവാണെങ്കിൽ വൈകുന്നേരം തന്നെ തിരിച്ചു പോവാൻ നോക്ക്. അവൻ ഓഫീസിൽ നിന്ന് വരുമ്പോഴത്തേക്കും തിരിച്ച് നീ അവിടെ ചെല്ല്. നീ എന്തിനാ നീ കരയുന്നേന്ന്? അപ്പു, എന്തിനാ കരയുന്നേന്നാ ചോദിച്ചു നിന്നോട്. എന്റെ ദൈവമേ, എന്തോ പ്രശ്നമുണ്ട്, അതാ ഒറ്റയ്ക്ക് വന്നത്. എനിക്ക് അപ്പളേ തോന്നിയായിരുന്നു. ഇടി, എന്താടി പ്രശ്നം? അവനുമായിട്ട് വല്ല വഴക്ക് കിട്ടോ? മോനുമായിട്ട് വഴക്കുണ്ടാക്കി വന്നതല്ലേ? എന്റെ പൊന്നു ദൈവമേ, എനിക്ക് കഴിയേല. എനിക്ക് എന്റെ ഈശ്വരാ, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല അമ്മ. പിന്നെ എന്തിനാ കരയുന്നത്? എന്തിനാ? ഞാൻ വന്ന് കേറിയപ്പോ മുതൽ അമ്മ പറയുന്ന, ഇത് നിന്റെ വീടല്ല, ഇതല്ല നിന്റെ വീട് എന്ന്. കഴിഞ്ഞ ദിവസം അവിടുന്ന് ഒരു ഗ്ലാസ് എന്റെ കയ്യിൽ വീട് പൊട്ടിപ്പോയി. അന്നേരം അവിടുത്തെ അമ്മ പറഞ്ഞു, ഇത് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല, ഇവിടെ കാശ് കൊടുത്ത് വാങ്ങിച്ചു വെച്ചതാണ്. പിന്നെ എന്തെങ്കിലും സ്വർണത്തിന്റെ ഒക്കെ കാര്യം വരുമ്പോ പറയും, നിന്റെ വീട്ടിൽ നിന്ന് അത്രയല്ലേ തന്നുള്ളൂ, നിന്റെ വീട് നിന്റെ വീടെന്ന്. അപ്പൊ ഞാൻ വിചാരിക്കും, ശരിയാ, അത് ഞാൻ കെട്ടിക്കേറി ചെന്ന വീടല്ലേ, എന്റെ വീട് ഇതാണല്ലോ എന്ന്. ഇവിടെ വരുമ്പോ അമ്മ പറയും, ഇതല്ല നിന്റെ വീട്, അതാ നിന്റെ വീടെന്ന്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു വീടില്ലല്ലേ. കല്യാണം കഴിഞ്ഞ പിന്നെ സ്വന്തമായിട്ടൊരു വീടില്ലാണ്ടായി. അമ്മ നേരത്തെ പറഞ്ഞില്ലേ, നീ ഇവിടുത്തെ ഏറ്റവും വലിയ അതിഥിന്ന്. അന്നേരം എന്റെ നെഞ്ച് പൊട്ടിപ്പോകുമായിരുന്നു. അമ്മയ്ക്ക് അറിയാം. മോളെ, വിഷമിക്കാതെ. അമ്മ അങ്ങനെയൊന്നും ഓർത്തില്ല. പെട്ടെന്ന് നീ ഒറ്റയ്ക്ക് വന്നപ്പോഴുള്ള ടെൻഷൻ കൊണ്ട് പറഞ്ഞതാ. സാരമില്ല, പോട്ടെ. മോള് പറഞ്ഞത് നേരം. അമ്മയും ഇതേ സാഹചര്യത്തിൽ കൂടി കടന്നു പോയതാ. അന്ന് ഞാനും ഇതുപോലെ ഒരുപാട് വേദനിച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് എന്റെ മോളോട് ഞാൻ അതുപോലെ തന്നെ പെരുമാറി. അമ്മയോട് ക്ഷമിക്കും മോള്, കേട്ടാ. നാളെ പോയാ മതി.